കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം BJP-യും തമ്മിലുണ്ടായിരുന്ന ഡീലിന്റെ അവസാനത്തെ തെളിവാണ് പിണറായി വിജയന്റെ വീട്ടിലെ ഇന്നത്തെ ED റെയ്ഡ്. കേരളത്തിൽ UDF-BJP ഡീലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 3 സീറ്റ് BJP ജയിച്ചതിൽ. ആ 3 സീറ്റിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയത്. BJP-യെ ജയിപ്പിക്കുവാൻ വേണ്ടി 3 സീറ്റുകളിലും കോൺഗ്രസിന്റെ വോട്ടുകൾ മറിച്ചു നൽകിയതുകൊണ്ടാണ് കോൺഗ്രസ് 3-ാമത് പോയതും BJP അവിടെ ജയിക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം ബാംഗ്ലൂരിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ VD സതീശൻ പോവുകയും അവിടെ NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ നേതാവുമായി രഹസ്യ സംസാരം നടത്തുകയും ചെയ്തത് ആ ഡീലിന് ഉതകുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അതിന് നന്ദി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉറപ്പിക്കുന്ന സാന്നിധ്യമായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ഹയർ അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നത്. ബംഗാളിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഉപയോഗിച്ച് 90 ലക്ഷം പേരുടെ വോട്ട് വെട്ടിമാറ്റിയതുപോലെ അതിന് നന്ദി സൂചകമായി ഇലക്ഷൻ കമ്മീഷണറെ ബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി മാറ്റിയതും, അതിന് സമാനമായി കേരളത്തിൽ 24 ലക്ഷത്തോളം പേരുടെ വോട്ട് വെട്ടിമാറ്റുകയും നേരത്തെ പ്രവചിച്ചതുമാതിരി 102 സീറ്റുകൾ കിട്ടാനും 13 മന്ത്രിമാർ തോൽക്കാനും ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചതിൻ്റെയും നന്ദി സൂചകമായി ചീഫ് ഇലക്ഷൻ കമ്മീഷനായിരുന്ന കേൽഖറയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചതും ഈ ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. ബംഗാളിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ചെയ്ത അതേ തന്ത്രങ്ങൾ കേരളത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ചെയ്തതിന് BJPയുടെ നിർദ്ദേശപ്രകാരമാണ് കേൽഖറെ പ്രിൻസിപ്പൽ സെക്രട്ടറി. കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത്, ED ചോദ്യം ചെയ്യാത്തത് എന്ന് ചോദ്യം ചെയ്യുകയുണ്ടായി. ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഡീൽ വഴി ധാരണയുണ്ടാക്കിയാണ് ഇന്ന് പിണറായി വിജയന്റെ വീട്ടിൽ EDയുടെ റെയ്ഡ് നടന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ VD സതീശൻ സന്ദർശിക്കുകയുണ്ടായി. VD സതീശൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് അദ്ദേഹത്തിന്റെ ഓഫീസിലല്ല, പകരം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് സന്ദർശിച്ചത്. നരേന്ദ്രമോദിയുടെ വീട്ടിലുള്ള സന്ദർശനം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അഭീഷ്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടി EDയുടെ റെയ്ഡ് തൊട്ടടുത്ത ദിവസം തന്നെ നടത്തുന്നതിന് വേണ്ടിയാണ് നടത്തിയിട്ടുള്ളത്. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ EDയുടെ റെയ്ഡ് വന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. അറിഞ്ഞ കാര്യം ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുവാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. ഇനി അഥവാ രമേശ് ചെന്നിത്തല അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ VD സതീശനും BJPയുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല അറിയാതെ നടത്തിയിട്ടുള്ള റെയ്ഡാണ് ഇന്ന് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇപ്പോൾ വരെ നടക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും VD സതീശനും BJPയുമായി ഒരു ഡീലുണ്ടായിരുന്നു എന്ന്. ആ ഡീലിനെ സാധൂകരിക്കുന്ന നീക്കങ്ങളാണ് VD സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഡീലിൽ ഏറ്റവും പ്രധാനമായി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം VD സതീശൻ മോഡിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയുകയില്ല, നേതാക്കളെ വേട്ടയാടി നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPIഎമ്മിനെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല. ഓരോ മനുഷ്യനും, ഓരോ CPIഎം പ്രവർത്തകനും ഈ നാട്ടിൽ ഓരോ നേതാക്കളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തോടുകൂടി ചെറുതെങ്കിലും നിരാശ ബാധിച്ചു പോയ കമ്മ്യൂണിസ്റ്റുകാർക്ക്, CPIഎമ്മിന്റെ പ്രവർത്തകർക്ക് സജ്ജമായി മുന്നോട്ടിറങ്ങാൻ, ചെങ്കൊടിയുടെ കീഴിൽ അണിനിരക്കാൻ, പിണറായി വിജയന്റെ കീഴിൽ അണിനിരക്കാൻ ഉള്ള ഈ സഹായം ചെയ്തതിന് ദാമോദർ മേനോൻ സതീശനോട് നന്ദി പറയുകയാണ്.